ഏറെ ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത പാഠങ്ങളുമൊക്കെ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി മാറണമേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ആ നിലയ്ക്ക് ജീവിച്ചു മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്ത് ശാന്തത നഷ്ടപ്പെടുകയും അശാന്തി നിറയുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മീഡിയകൾ തുറന്നാൽ, പത്രങ്ങൾ പരിശോധിച്ചാൽ, ചാനലുകൾ തുറന്നാൽ, സോഷ്യൽ മീഡിയ നമ്മൾ ഓപ്പൺ ചെയ്താലൊക്കെ മനുഷ്യരെ അസ്വസ്ഥപ്പെടുത്തുന്ന നിരവധി വർത്തമാനങ്ങൾ കാണാനും കേൾക്കാനും കഴിയുന്നുണ്ട്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ, കൊലപാതകങ്ങൾ, സങ്കടങ്ങൾ, സംഘർഷങ്ങൾ, അങ്ങനെ നിരന്തരമായി നമ്മുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരുപാട് വാർത്തകൾക്ക് ചുറ്റുമാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ വാർത്തകളും, ഓരോ വിവരങ്ങളും, ഓരോ കാഴ്ചകളും നമ്മുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കുകയും ചിലതൊക്കെ നമ്മളെ നന്നായി ബാധിക്കുകയും വിഷമിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായി നമ്മൾ നന്നായി വികസിച്ചിട്ടുണ്ട്. നാഗരികമായി നമ്മൾ നന്നായി വളർന്നിട്ടുണ്ട്. വിദ്യാഭ്യാസപരമായി നമ്മൾ വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. ഉയർന്ന ഭൗതിക പുരോഗതിയിൽ മുന്നിട്ട് നിൽക്കുന്ന രാജ്യങ്ങൾ പോലെ അവരായാലും നമ്മളായാലും ഒക്കെ മനുഷ്യരുടെ ജീവിതാവസ്ഥകൾ പരിശോധിക്കുമ്പോൾ വലിയ വിഷമങ്ങൾ അവർ അനുഭവിക്കുന്നു, മാനസികമായ സങ്കടങ്ങൾ പേറി നടക്കുന്നു, വലിയ ടെൻഷൻ അനുഭവിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ടെൻഷൻ എന്നത് വലിയൊരു പ്രശ്നമായി ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. മാനസികപരമായ ആരോഗ്യത്തെക്കുറിച്ച് വലിയ മോട്ടിവേഷനുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. മെന്റൽ ഹെൽത്ത് വലിയൊരു വിഷയമായി ഇന്ന് നമ്മുടെ ഇടയിൽ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ്. പട്ടിണി സഹിക്കാൻ വയ്യാതെ, സാമ്പത്തികമായ പ്രയാസങ്ങൾ സഹിക്കാൻ വയ്യാതെ, കുടുംബത്തിൽ പരസ്പരം ഒന്നിച്ചു പോകാൻ കഴിയാതെ, അതുപോലെ തന്നെ രോഗങ്ങളുമായി മല്ലിട്ട് അത് പ്രതിരോധിച്ച് മറികടന്ന് ക്ഷമയോടെ നേരിടാൻ കഴിയാതെ ഒക്കെ എത്രയോ ആളുകളാണ് മരണത്തിലേക്ക് എടുത്തു ചാടുന്നത്, ആത്മഹത്യ ചെയ്യുന്നത്. നിസ്സാരമായ കാരണങ്ങൾക്ക് പോലും, ജോലിഭാരം താങ്ങാൻ കഴിയാതെ പോലും ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുകയാണ്, കാണുകയാണ്. മനുഷ്യർ വല്ലാതെ അസ്വസ്ഥമാകുന്നു എന്ന് നമുക്ക് കാണും. കൗൺസിലർ സെന്ററുകളൊക്കെ വലിയ തിരക്കുകൾ അനുഭവപ്പെടുകയാണ്. 4 പേരിൽ ഒരാൾ ലോകത്ത് ആത്മഹത്യ ചെയ്യുന്നു എന്നതാണ്, അല്ലെങ്കിൽ മനസ്സിന്റെ അസ്വസ്ഥത അനുഭവിക്കുന്നു എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സമാധാനത്തിന് വേണ്ടി ആളുകൾ എന്തൊക്കെ മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്? ചില ആളുകൾ മദ്യത്തിന് അടിമപ്പെടുന്നു, ചില ആളുകൾ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെടുന്നു, ചില ആളുകൾ വലിയ സംഗീത നിശകളിൽ പങ്കെടുത്ത് മനസ്സിന് സ്വസ്ഥത കിട്ടുമെന്ന് കരുതുന്നു. എവിടെ നിന്നാണ് നമുക്ക് സ്വസ്ഥത കിട്ടുക? എങ്ങനെയാണ് നമുക്ക് ഇത്തിരി സമാധാനം കിട്ടുക? സമാധാനം കിട്ടാൻ ദീൻ പറയുന്ന വഴികൾ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മനസ്സിന് സ്വസ്ഥത കിട്ടാൻ നിങ്ങൾ അറിയേണ്ടതും നിങ്ങൾ ചെയ്യേണ്ടതുമായ കാര്യങ്ങളെ പറ്റി പറഞ്ഞു തരുന്നു. സമാധാനം എല്ലാവർക്കും വേണം. എത്ര പണം കൊടുത്താൽ നമുക്ക് വാങ്ങാൻ കഴിയും? കോടിക്കണക്കിന് രൂപയുണ്ട്. സമാധാനം കിട്ടാത്ത എത്ര മനുഷ്യരുണ്ട്? നല്ല വീടുണ്ട്, സൗകര്യങ്ങളുണ്ട്, AC റൂമുകളുണ്ട്, നല്ല പട്ടുമെത്തയുണ്ട്, കിടന്നിട്ട് ഉറക്കം വരാത്ത എത്ര മനുഷ്യരുണ്ട്. നല്ല മക്കൾ, വിദ്യാഭ്യാസമുണ്ട്, ഭാര്യയ്ക്ക് ജോലിയുണ്ട്, മറ്റു നിലക്കുള്ള ഭൗതികമായ വികസനങ്ങളൊക്കെയുണ്ട്. പക്ഷേ പലർക്കും കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകൾ പുകയുന്നു, സമാധാനം കിട്ടാതെ പോകുന്നു. ശാസ്ത്രം പുരോഗമിക്കുന്നു, സാങ്കേതിക വിദ്യകൾ വളരുന്നു, സൗകര്യങ്ങൾ വികസിക്കുന്നു. ഇതൊക്കെ സമാധാനം കിട്ടുമെന്ന് നമ്മൾ കരുതുകയാണ്. അങ്ങനെ സമാധാനം കിട്ടുമായിരുന്നെങ്കിൽ നമ്മുടെ മുൻഗാമികൾ ജീവിച്ചനുഭവിച്ച സമാധാനത്തെക്കാൾ കൂടുതൽ ഇന്ന് നമ്മൾ അനുഭവിക്കേണ്ടിയിരുന്നു. എല്ലാ മെഷീനറി സംവിധാനങ്ങളും നമ്മുടെ കയ്യിലുണ്ട്, വാഹനങ്ങളുടെ സൗകര്യങ്ങളുണ്ട്, അത്യാധുനിക സംവിധാനങ്ങളുണ്ട്.
പക്ഷേ പലപ്പോഴും അവരെക്കാൾ മാനസികമായ ടെൻഷൻ നമ്മൾ ഇന്ന് അനുഭവിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. എങ്ങനെയാണ് നമുക്ക് സമാധാനം കിട്ടാൻ പറ്റുക? മക്കളിൽ നിന്ന് കിട്ടോ? സമ്പത്ത് കൊണ്ട് കിട്ടോ? ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്, ഫലാ തുഅ്ജിബുക അംവാലുഹും വലാ ഔലാദുഹും. നിങ്ങൾ ചിലരുടെ മക്കളെ കണ്ട്, ചിലരുടെ സമ്പത്ത് കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടണ്ട. അത് ചിലപ്പോ അവർക്ക് സ്വസ്ഥതയും സമാധാനവും നൽകുമെന്ന് നിങ്ങൾ കരുതണ്ട. ചിലപ്പോ വലിയ ശിക്ഷയായിരിക്കും അവർക്കതുകൊണ്ട് കിട്ടാൻ പോകുന്നത് എന്ന് ഖുർആൻ മുഅ്മിനീങ്ങളെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്, പറഞ്ഞു തരുന്നുണ്ട്. എന്തിനാണത്? നമുക്കൊരു ലൈനുണ്ട്. ദീനിയായ മനുഷ്യർക്ക്, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം, മക്കളെ കുറിച്ചായാലും സമ്പത്തിനെ കുറിച്ചായാലും ജീവിതത്തെ കുറിച്ചായാലും ഒക്കെ ഒരു ലൈൻ നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. സമ്പത്ത് പലപ്പോഴും നന്മയായിരിക്കും, മക്കൾ ചിലപ്പോൾ നന്മയായിരിക്കും. എന്നാൽ പലപ്പോഴും ഇത് തിന്മയായോ വലിയ പരീക്ഷണങ്ങളായോ ഒക്കെ നമ്മൾ അനുഭവിക്കുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമെന്നതൊരു വസ്തുതയാണ്. സ്വത്തുകൊണ്ട് സങ്കടപ്പെടുന്ന എത്ര കുടുംബങ്ങളുണ്ട്? മക്കളെ എത്ര വലിയ പ്രതീക്ഷയിലാണ് മാതാപിതാക്കൾ വളർത്തി വലുതാക്കുന്നത്. അതിന്റെ പേരിൽ എത്രയെത്ര രക്ഷിതാക്കൾ കണ്ണീര് കുടിക്കുന്നുണ്ട്. നേർവഴിയിൽ കിട്ടാതെ പോയതിന്റെ പേരിൽ, തെറ്റിപ്പിരിഞ്ഞു പോയതിന്റെ പേരിൽ, ബാപ്പയുടെയും ഉമ്മയുടെയും ഒക്കെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ തീർക്കുന്ന മക്കളെ കുറിച്ച് നമ്മൾ വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നില്ലേ? തല്ലിക്കൊല്ലുന്നവർ, സമ്പത്ത് മോഷ്ടിച്ച് കടന്നുപോകുന്നവർ, പറഞ്ഞാൽ കേൾക്കാത്തവർ, അങ്ങനെ മക്കളെ കൊണ്ട് വലിയ പ്രയാസം അനുഭവിക്കുന്ന രക്ഷിതാക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. ഖുർആൻ പറഞ്ഞത് എത്ര ശരിയാണ്. ഇതൊന്നും കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതില്ല. ഇത് ശരിയായി ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള ചില വഴികളെ കുറിച്ചാണ് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. മക്കളൊക്കെ പ്രത്യേകിച്ചും രക്ഷിതാക്കളുടെ താല്പര്യങ്ങളിൽ നിന്ന് മാറി സ്വന്തം ഇഷ്ടങ്ങൾക്ക് എപ്പോഴാണോ നമ്മുടെ രക്ഷിതാക്കൾ തടസ്സം നിൽക്കുന്നത്, അവിടെ ശത്രുക്കളായി മാറുന്ന സാഹചര്യങ്ങൾ നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്ന പാഠം എന്ന് പറയുന്നത്, മക്കളാവട്ടെ, സമ്പത്താവട്ടെ, പ്രശസ്തിയാവട്ടെ, അധികാരമാവട്ടെ, ഇതെല്ലാം സമാധാനവും സ്വസ്ഥതയും ശാന്തതയും നിങ്ങൾക്ക് പ്രദാനം ചെയ്യും എന്ന് നിങ്ങൾ കരുതരുത്. അതൊന്നും സ്ഥിരമായ കാര്യങ്ങളല്ല എന്നാണ് ഖുർആൻ പറയുന്നത്. എപ്പോഴാണ് നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടുന്നത്? എപ്പോഴാണ് നമ്മുടെ മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നത്? ചില ആളുകൾ സങ്കടപ്പെടുന്നത് കഴിഞ്ഞ കാലത്ത് സംഭവിച്ച ചില കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ, ഭൂതകാലങ്ങളിൽ സംഭവിച്ചു പോയ കാര്യങ്ങളെ വീണ്ടും വീണ്ടും ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കുന്ന ആളുകളെ കാണാൻ പറ്റും. ചില ആളുകളുടെ പ്രശ്നം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. മഴീഷത്തിനെ പറ്റി, റിസ്ക്കിനെ പറ്റി, ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ആലോചിച്ചുള്ള ടെൻഷനാണ്. വേറെ ചില മനുഷ്യരുണ്ട്, നാളെ എന്ത് സംഭവിക്കും, നാളെ ഞാൻ എങ്ങനെ ജീവിക്കും, നാളെ എന്റെ മക്കൾ എങ്ങനെ കഴിയും, ഈ രാജ്യം ഇങ്ങനെയൊക്കെ വലിയ ചില പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോ എന്റെ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെ ആലോചിച്ച്, നാളെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ട് മനസ്സിനെ വിഷമിപ്പിക്കുന്ന ആളുകളെയും നമുക്ക് കാണാൻ പറ്റും. രോഗം കാരണം സങ്കടപ്പെടുന്നവരുണ്ട്, വാർദ്ധക്യം കാരണം വിഷമിക്കുന്നവരുണ്ട്, ഭിന്നശേഷികളായ മക്കളുണ്ടായി എന്നതിന്റെ പേരിൽ സങ്കടപ്പെടുന്നവരുണ്ട്, കടത്തിൽ കുടുങ്ങിപ്പോയി സങ്കടപ്പെടുന്നവരുണ്ട്, മരണത്തെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടുന്നവരുണ്ട്. അതുപോലെ തന്നെ അവനവന്റെ സ്വന്തക്കാരുടെയൊക്കെ ജീവിതത്തിന്റെ ക്രമങ്ങളെ പറ്റി ആലോചിച്ച് വിഷമിക്കുന്നവരുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രിയപ്പെട്ടവരെ, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം, കാലം ഇങ്ങനെ ടെൻഷൻ അടിച്ച് ബേജാറായി അസ്വസ്ഥപ്പെട്ട് കഴിഞ്ഞു പോകാനാണോ ദീൻ നമ്മളോട് പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. മതം നമുക്ക് ഈ വിഷയത്തിലൊക്കെ ചില വെളിച്ചം പകരുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്താണ് വെളിച്ചം? ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് ഒന്ന്. ജീവിതം സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ ചേർന്ന് വരുന്ന ഒരു സംവിധാനമാണ് എന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാവുക. എന്നും സുഖം ഉണ്ടാവോ? ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നും സങ്കടങ്ങൾ മാത്രമാവോ? ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മുടെ ആയുസ്സിലെ ഇത്ര കാലത്തെ ജീവിതത്തെ ആയുസ്സൊന്നെടുത്ത് പരിശോധിച്ചാൽ, ഒരു 30 കൊല്ലം ജീവിച്ച മനുഷ്യനോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, കാലാകാലവും സങ്കടമായിരുന്നോ? അല്ല. എന്നാൽ കാലാകാലം സുഖം മാത്രമായിരുന്നോ? അതുമല്ല. ഇത് സുഖദുഃഖ സമ്മിശ്രമായി കടന്നു വരും. എന്നാൽ ധാരാളം സുഖങ്ങളായിരിക്കും. നന്നായി ആരോഗ്യമുള്ള സമയം ഉണ്ടാവും, രോഗങ്ങളില്ലാത്ത അവസ്ഥകൾ ഉണ്ടാവും, അത്യാവശ്യത്തിനൊക്കെ പണം കയ്യിലുള്ള സമയം ഉണ്ടാവും, ജീവിതം കുടുംബമൊക്കെ നല്ല സ്വസ്ഥമായി ജീവിച്ച സന്ദർഭങ്ങൾ, ഇതൊക്കെ ധാരാളമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടാകും എന്നതാണ്. മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത്, ദുനിയാവ് തന്നെ മൊത്തത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണ കാലമാണ്, പരീക്ഷണാലയമാണ്. ഈ കാലാകാലം ഈ ദുനിയാവിൽ ഇവിടെ എങ്ങനെ ഉണ്ടാവോ? കുറച്ചു കഴിയുമ്പോ നമ്മുടെ ജീവിതം അവസാനിക്കുമെന്ന് ബോധ്യപ്പെടാൻ ഖുർആൻ പ്രിയപ്പെട്ടവരെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യരുടെ സൃഷ്ടിപ്പിനെ പറ്റി ഖുർആൻ പറയുന്ന ഒരു വചനമുണ്ട്, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. മനുഷ്യന്റെ സൃഷ്ടിപ്പ് തന്നെ എങ്ങനെയാണ്? അങ്ങനെ സുഖിച്ച് ജീവിക്കാവുന്ന ഒരു സൃഷ്ടിപ്പല്ല എന്നാണ്. അല്പമൊക്കെ പ്രയാസപ്പെട്ട് ക്ലേശങ്ങളോട് പ്രതിസന്ധികളോടൊക്കെ മല്ലിട്ട്
അതിനൊക്കെ മറികടക്കാൻ പറ്റുന്ന രൂപത്തിലാണ് മനുഷ്യരായ നമ്മുടെ സൃഷ്ടിപ്പ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ സൃഷ്ടിപ്പ് എന്തിനാണ്? ഇതിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത് ലിനബ്ലുവകും അയ്യുകും അഹ്സനു അമല. നമ്മുടെ ജീവിതം മരണം വരെയുള്ള ഈ സംവിധാനം എന്തിനാണ്? ഈ ദുനിയാവിൽ കിട്ടിയ ആയുസ് കൊണ്ട് ആര് നന്നാകുന്നു എന്ന് നോക്കാനാണ്. ആര് നന്മ പ്രവർത്തിച്ച് ജീവിക്കുന്നു എന്ന് നോക്കാനാണ്. ആരാണ് അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും റസൂലുള്ളാഹിന്റെ ജീവിതവും ഒക്കെ അനുസരിച്ച് മുന്നോട്ട് പോകുന്നത് എന്ന് പരീക്ഷിക്കാനാണ്. അത് വല്ലാത്തൊരു ചോദ്യമാണ് ഖുർആനിന്റെ. നമ്മൾ അതിൽ വിജയിക്കോ എന്നുള്ളതാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ട ടെൻഷൻ. അല്ലാത്ത ടെൻഷനൊക്കെ അള്ള പരിഹരിച്ചു തരും. അതിനൊക്കെ അള്ള പരിഹാരം കാണും. അള്ളാഹുവിന്റെ റഹ്മത്തും ബർക്കത്തും നിഅമത്തും കിട്ടുന്ന സാഹചര്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ അതൊക്കെ അള്ളാഹു പരിഹരിച്ചു തരും. പക്ഷെ നമുക്ക് ഉണ്ടാകേണ്ട ടെൻഷൻ എന്താണ്? റബ്ബ് പറഞ്ഞ പോലെയാണോ ഞാൻ ജീവിക്കണത്, ഇബാദത്തുകൾ ചെയ്യുന്നത്? എന്റെ ജീവിതത്തിലെ സ്വഭാവം, എന്റെ ഇടപാടുകൾ, എന്റെ ഇടപെടലുകൾ, എന്റെ മര്യാദകൾ, എന്റെ കുടുംബജീവിതം, എന്റെ സ്വകാര്യവും പരസ്യവുമായ ജീവിതം എന്റെ റബ്ബിന് ഇഷ്ടപ്പെട്ട പോലെയാണോ എന്ന് ഞാനും നിങ്ങളും ആലോചിച്ച് ടെൻഷൻ അടിക്കണം. അതില്ലെങ്കിൽ ടെൻഷൻ തന്നെയാണ്. മരണത്തോടുകൂടി നമ്മുടെ അവധികൾ ഈ ദുനിയാവിൽ അവസാനിച്ച് പിന്നെ നമ്മൾ ബർസഖിയായ ഒരു ലോകത്തേക്ക് കടന്നുപോകും. അവിടെ നിന്ന് പരലോകത്തെ വിചാരണ വരെ നമ്മുടെ ബർസഖിയായ കാലത്ത് നമ്മൾ ജീവിക്കും. പരലോകത്ത് അള്ളാഹുവിന്റെ വിചാരണ നടക്കുന്ന കോടതിയിൽ അള്ളാഹുമായി മുഖാമുഖം നമ്മൾ സംസാരിക്കുന്ന ഒരു സന്ദർഭം വരുമ്പോ നമ്മുടെ കയ്യിൽ കിട്ടുന്ന കിതാബുകളിൽ എന്താണ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവുക? ചെയ്തുപോയ തോന്നിവാസങ്ങളെ കുറിച്ച്, അല്ലെ, നമ്മൾ കണ്ട മോശമായ കാര്യങ്ങളെ കുറിച്ച്, സുഹൃത്തുക്കളുമായി അലമ്പുമായി ജീവിച്ച സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ കിതാബുകളിൽ ഉണ്ടാവും. പക്ഷെ അത് നമുക്ക് രക്ഷ നൽകുമോ? നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, ദുനിയാവിലെ ഈ സമയത്തെക്കുറിച്ച് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ നന്നായി ആലോചിച്ച് നോക്കുക. അള്ളാഹ് നമ്മളോട് പരിശോധിക്കുന്നത് നമ്മൾ നന്നായി ജീവിക്കുന്നുണ്ടോ എന്ന് നോക്കാനാണ്. ആരാണത് ഏറ്റവും നന്നായി അറിയുന്നത്? എന്റെ ജീവിതത്തെ പറ്റി നന്നായി അറിയുന്നത് ആർക്കാണ്? ഒന്ന് റബ്ബിനാണ്, പിന്നെ ഒന്ന് എനിക്ക് തന്നെയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്വകാര്യം, രഹസ്യം, പരസ്യം എല്ലാം നന്നായി അറിയുന്നത് ഒന്ന് റബ്ബിനാണ്, മറ്റൊന്ന് നമുക്കാണ്. നമ്മൾ തന്നെയാണ് ഇത് നന്നാക്കി എടുക്കേണ്ടത്. നമ്മുടെ പ്രകൃതം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? പെട്ടെന്ന് അസ്വസ്ഥമാകുന്ന പ്രകൃതമാണ് നമ്മുടേത് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നൽ ഇൻസാന ഖുലിക ഹലുവ ഇദാ മസ്സഹു ശർറു ജസൂവ. മനുഷ്യന്റെ പ്രകൃതം തന്നെ ഒരു അസ്വസ്ഥമാകുന്ന പ്രകൃതാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു മോശം കാര്യം അവന്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ പിന്നെ വലിയ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നു അവനെന്ന് ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. ആളുകള് ദുഃഖം വരുമ്പോ, സങ്കടം വരുമ്പോ ദീനിന്റെ മാർഗങ്ങളൊക്കെ വിട്ടുപോകാൻ കുറെ ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ലഹരി ഉപയോഗിക്കുന്നു. കുറെ ആളുകൾ കഞ്ചാവ് ഉപയോഗിക്കുന്നു, അത്തരത്തിലുള്ള രാസലഹരികൾ ഉപയോഗിക്കുന്നു, മോശമായ തരത്തിലുള്ള ജീവിതത്തിലേക്ക് കടന്നു പോകുന്നു, അള്ളാഹുവിലുള്ള പ്രതീക്ഷ കൈവടിയുന്നു. അള്ള ഉണ്ടായിട്ടാണ് പ്രശ്നം എന്നാണ് പലരുടെയും വിചാരം. അതുകൊണ്ട് ചിലർ അള്ളാഹുവിനെ വലിച്ചെറിയുന്നു. ദൈവമാണ് പ്രശ്നം എന്ന് പറയുന്നു, മതമാണ് പ്രശ്നം എന്ന് പറയുന്നു, ഈ ചിട്ടയൊത്ത ജീവിതമാണ് പ്രശ്നം എന്ന് പറയുന്നു. ഇതൊക്കെ എന്റെ സ്വാതന്ത്ര്യത്തിന് തടസ്സമാണ് എന്ന് പറയുന്നു. എന്നിട്ട് ഈ സ്വതന്ത്രമായ ഒരു ജീവിതത്തിന്റെ എല്ലാ ലക്കും ലഗാനും നഷ്ടപ്പെട്ട ഒരു ജീവിതത്തിന്റെ ക്രമം അവർ തെരഞ്ഞെടുക്കുന്നു. മുഅ്മിനീങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ സ്വസ്ഥത തേടിപ്പോകുന്ന മനുഷ്യരുണ്ട്, സ്വാതന്ത്ര്യം തേടിപ്പോകുന്ന മനുഷ്യരുണ്ട്, അള്ളാഹുവിനെ കൈവിട്ടാൽ എല്ലാം കിട്ടി എന്ന് വിചാരിക്കുന്ന മനുഷ്യരുണ്ട്. ഖുർആൻ പറയുന്ന ഒരു വചനമുണ്ട്. എന്താണ് ആയത്ത്? ഖുർആൻ പറഞ്ഞു, അള്ളാഹുവിനെ വിട്ട് നിങ്ങൾ എത്ര അകന്നു പോകുന്നുവോ, ആരാണോ അള്ളാഹുവിന്റെ ഓർമ്മകളെ വിട്ട് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് കുടുസായ ജീവിതമാണ് പിന്നെ കിട്ടുക എന്നുള്ളതാണ്. അവർക്ക് സ്വാതന്ത്ര്യമല്ല, വെളിച്ചമല്ല, സുഖമല്ല, സൗകര്യങ്ങളല്ല അവർക്ക് കിട്ടുക. അവർ കൂടുതൽ ഇരുട്ടായ ഒരു ജീവിതത്തിലേക്കാണ് പോവുക. അവരുടെ കുടുസായ ഒരു ജീവിതത്തിലേക്കാണ് അവർ പോവുക എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. മാത്രമല്ല, നിങ്ങൾ അള്ളാഹനെ മറന്ന് ജീവിച്ചോ, നാളെ പരലോകത്ത് കാഴ്ച നഷ്ടപ്പെട്ടവരായി ഒരു വിഭാഗത്തെ ഒരുമിച്ച് കൂട്ടുമ്പോ ഈ കൂട്ടത്തിൽ അവരുണ്ടാകുമെന്ന് ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ സൂചിപ്പിച്ചത്, സ്വസ്ഥതയും സമാധാനവും ഒക്കെ നമുക്ക് കിട്ടാൻ ഏറ്റവും നല്ലത് അള്ളാഹുവിനോട് ഏറ്റവും അടുക്കുക എന്നുള്ളതാണ്. ഈ ജീവിതത്തെക്കുറിച്ച് ഒരു കാഴ്ചപ്പാട് നമ്മൾ രൂപീകരിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ കുറിച്ച്, മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ അറിയേണ്ടത് എന്താണ്? ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്നസാബത്തുഹു സറാഉ ശക്കറ. സന്തോഷകരമായ ഒരു കാര്യം വന്ന അവൻ അള്ളാഹനെ സ്തുതിക്കും, ശുക്ർ ചെയ്യും. അതവന് ഫക്കാന ഖൈറൻ ലഹു, അവർക്ക് അതാണ് നല്ലത്, അതിന് പ്രതിഫലമുണ്ട്, അള്ളാഹ് അവന് കൂടുതൽ ബർക്കത്ത് ചെയ്യും. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫൈൻ അസാബത്തുഹു ളറാഉ സബ്റ, ഒരു ബുദ്ധിമുട്ട് വന്നു, ഒരു സങ്കടം വന്നു, ഒരു വിഷമം വന്നു,
ഒരു പ്രയാസം ജീവിതത്തിലേക്ക് കടന്നു വന്നു, അസ്വസ്ഥനാകാനല്ല, ക്ഷമിക്കാൻ പഠിപ്പിച്ചു. ഫകാന ഖൈറൻ ലഹു, റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫകാന ഖൈറൻ ലഹു, അതാണ് അവർക്ക് നല്ലത് എന്ന് ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ മുൻഗാമികൾ എത്ര വിഷമം സഹിച്ചിട്ടുണ്ട്. പീഡനങ്ങൾ, പ്രയാസങ്ങൾ, മർദ്ദനങ്ങൾ, ജയിൽവാസങ്ങൾ, നിരന്തരമായ ഉപദ്രവങ്ങൾ, ഇതൊക്കെ അവർ സഹിച്ചാണ് കടന്നു പോകുന്നത്. അവർക്ക് ക്ഷമിച്ചതിന്റെ ഫലം പിന്നീട് അവരുടെ ജീവിതത്തിൽ വിജയം അല്ലാഹു നൽകി, ബർക്കത്ത് നൽകി, നിഅമത്ത് നൽകി എന്നത് ചരിത്രത്തിലെ സത്യമായ വസ്തുതകളാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഖുർആൻ പറഞ്ഞു ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അത് ഈമാനുള്ളവർക്ക് സാധിക്കുന്ന കാര്യമാണ്. ഏത് പ്രതിസന്ധികൾ വന്നാലും മനസ്സ് തളരൂല അവരുടെ, അള്ളാഹുവിനുള്ള തവക്കുൽ നഷ്ടപ്പെടുത്തൂല. ക്ഷമയുടെ പാഠങ്ങളെ ശീലിച്ച് അവർ കടന്നു പോകുമെന്നാണ്. പലർക്കും മരിക്കോ എന്നുള്ള പേടിയാണ്. മരണത്തെ നമ്മൾ പേടിക്കേണ്ടതുണ്ടോ? അങ്ങനെ പേടിച്ചോണ്ടാരെങ്കിലും മരിക്കാതിരിക്കോ? ഒരു ദിവസം എല്ലാവരും മരിക്കും. വസ്തുതയാണ്, സത്യമാണ്. എത്ര മരണത്തിന് ജനാസകൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ഖുർആൻ തന്നെ ചോദിക്കുന്നുണ്ട്, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻ, നിങ്ങൾ ഏത് മരണത്തിൽ നിന്നാണ് ഒളിച്ചോടുന്നത്? ഫഇന്നഹു മുലാഖീകും, അത് നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. എവിടെ നമ്മൾ ഒളിച്ചിരുന്നിട്ടും കാര്യം, എത്ര സെറ്റപ്പ് ഉണ്ടായിട്ടും കാര്യമില്ല. അള്ളാഹുവിന്റെ ഒരു അജല് വന്നാൽ അന്ന് നമ്മൾ മരിക്കുമെന്നതൊരു വസ്തുതയാണ്. ശരിയായി ജീവിച്ച മനുഷ്യന് മരണത്തെ എന്തിനാ പേടിക്കണത്? അള്ള പറഞ്ഞതുപോലെ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ എന്തിനാ പ്രിയപ്പെട്ടവരെ പേടിക്കണത്? നമ്മുടെ റൂഹ് പിടിക്കാൻ വരുന്ന മലായിക്കത്തുകൾ സന്തോഷത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞ് സ്വർഗത്തിന്റെ അനുഭൂതികൾ പകർന്നു നൽകി നമ്മുടെ റൂഹ് പിടിച്ചു കൊണ്ടുപോകുന്ന സന്തോഷകരമായ സാഹചര്യത്തെ ദീന് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതാർക്കാ കിട്ടുക? നന്നായി ജീവിച്ചവർക്ക് കിട്ടും. ഖുർആൻ പറഞ്ഞതിനനുസരിച്ച് ജീവിച്ചവർക്ക് കിട്ടും. മുത്തു റസൂലുള്ളാഹിന്റെ ജീവിതം പിൻപറ്റിയവർക്ക് കിട്ടുമെന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. ജീവിതത്തിൽ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, മരണം പോലെ പലതും നമുക്കിടയിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇതല്ലാന്റെ ഖദറാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തെ നന്നാക്കി മുന്നോട്ട് പോവുക. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇന്നലി റബ്ബിക അലൈക ഹഖൻ, അള്ളാഹിനോട് നമുക്ക് ചെയ്യേണ്ട ചില ഹക്കുകളുണ്ട്, ബാധ്യതകളുണ്ട്. അത് നമ്മൾ നിർവഹിക്കണം. അതുപോലെ തന്നെ വലി നഫ്സിക അലൈക ഹഖൻ, നമ്മളോട് തന്നെ ചില ബാധ്യതകളുണ്ട്. നഫ്സിനോട് നമുക്ക് ചില ബാധ്യത ഉണ്ട്, അത് നമ്മൾ നിർവഹിക്കണം. വലി അഹ്ലിക അലൈക ഹഖൻ, കുടുംബത്തോട് ചില ബാധ്യത ഉണ്ട്, അത് നിർവഹിക്കണം. അതുപോലെ തന്നെ ഫഅതികുല്ലി ദീ ഹഖിൻ ഹഖ, ഓരോന്നിനും നൽകേണ്ട ഹക്കുകളെ പ്രിയപ്പെട്ടവരെ നമ്മൾ പാലിച്ചു മുന്നോട്ട് പോവുക എന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ എന്താണ്? മാ അസാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്, അള്ളാന്റെ തീരുമാനമില്ലാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണില്ല എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുക. വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹു, ആരാണ് ഈമാനോടുകൂടി ജീവിക്കാൻ തയ്യാറാകുന്നത്? യഹ്ദി ഖൽബഹു, അവന്റെ മനസ്സിന് ഹിദായത്ത് അല്ലാഹു കൊടുക്കുമെന്നാണ്. പിന്നെന്തിനാ പേടിക്കേണ്ടത്? വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിന് കൃത്യമായി അറിയാമെന്ന് ഖുർആൻ പ്രിയപ്പെട്ടവരെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കുറിച്ച് നല്ല കാഴ്ചപ്പാടുകൾ രൂപീകരിക്കുക. അള്ളാഹുവിൽ നിന്ന് അകലുന്നതല്ല ജീവിതത്തിന്റെ വിജയമെന്ന് തിരിച്ചറിയുക. കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുകയും അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ സ്വസ്ഥതയുടെ വഴികൾ അള്ളാഹു നമ്മുടെ മുമ്പിൽ തുറന്നു തരും. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥത ലഭിക്കാൻ, അള്ളാഹുവിന്റെ റഹ്മത്തും ബർക്കത്തും ലഭിക്കാൻ, അള്ളാഹ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ ചില വഴികളെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന് നമ്മുടെ നമസ്കാരമാണ്. ഖുർആൻ പറയുന്നുണ്ട്, വലഖദ് നഅലമു അന്നക സദറുക ബിമാ യഖൂലൂൻ, വലഖദ് നഅലമു അന്നക യളീഖു സദറുക ബിമാ യഖൂലൂൻ. നിങ്ങളുടെ മനസ്സ്, ഹൃദയം, നെഞ്ചകം ഇങ്ങനെ ഇടുങ്ങിപ്പോകുന്നത്, പ്രയാസപ്പെടുന്നത് നാം അറിയുന്നുണ്ട് എന്ന് ഖുർആൻ പറയാണ്. എന്നിട്ട് ഖുർആൻ എന്ത് ചെയ്യാനാ പറഞ്ഞ്? മനസ്സങ്ങനെ ഇടുങ്ങിപ്പോകുന്നവർ, വിഷമിക്കുന്നവർ, സങ്കടം പേറുന്നവർ ചെയ്യേണ്ടത് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, അള്ളാഹുവിന്റെ തസ്ബീഹുകൾ വർദ്ധിപ്പിക്കുക. വകും മിനസ് സാജിദീൻ, സുജൂദിൽ വീണ് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമുക്ക് സമയമുണ്ടെങ്കിൽ അള്ളാഹ് നമ്മളെ സഹായിക്കും. സുജൂദുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇബാദത്ത്, നമസ്കാരം നന്നാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും നമസ്കാരത്തിന്റെ കഥ എന്താണ് എന്ന്
നമ്മൾ തന്നെ ഒരു വീണ്ടും വിചാരം നടത്തുക, എന്നിട്ട് അത് ശരിയാക്കുക എന്നുള്ളതാണ്. രണ്ടാമത് നമുക്ക് സ്വസ്ഥത കിട്ടാനുള്ള വഴി എന്താണ്? മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ, മുഅ്മിനായ ആണും പെണ്ണും ആരാവട്ടെ, മൻ അമില സ്വാലിഹൻ, അവർ അമൽ സ്വാലിഹാത്തുകൾ ചെയ്യുന്നു എങ്കിൽ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ, അവർക്ക് അള്ളാഹു ഏറ്റവും സുന്ദരമായ നല്ല മെച്ചപ്പെട്ട ഒരു ജീവിതം അള്ളാഹു പ്രദാനം ചെയ്യുന്നതാണ്. അപ്പൊ അമൽ സ്വാലിഹാത്തുകൾ ചെയ്യാന്നുള്ളതാണ്. ആളുകൾക്ക് ഉപകാരം ചെയ്യുക, ആളുകളെ സഹായിക്കുക, രോഗികളെ സന്ദർശിക്കുക, സദഖകൾ ചെയ്യുക, ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ള മറ്റൊരു വഴി എന്ന് പറയുന്നത്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല വലനുജിസിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ ചെയ്യുന്നതിന്റെ ഇരട്ടി ഇരട്ടി ഏറ്റവും നല്ല പ്രവർത്തനങ്ങളുടെ ഫലം അല്ലാഹു തആല അവർക്ക് നൽകുമെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കാൻ. അതാണ് രണ്ടാമത് ചെയ്യാനുള്ളത്. മൂന്നാമത്തെ നമ്മുടെ ദുആണ്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഖുർആൻ ചോദിക്കുന്നുണ്ട്, യുജീബുൽ മുദ്ദറ ഇദാ ദആഹു വയക്ഷിഫു സൂ, നിങ്ങൾക്ക് ദോഷം ബാധിക്കുമ്പോ, പ്രയാസം വരുമ്പോ, സങ്കടങ്ങൾ വരുമ്പോ, വിഷമങ്ങൾ ഇങ്ങനെ തുരുതുരാ വന്നു നിൽക്കുമ്പോ ആരാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുക എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. അല്ലാതെ ആർക്കാണ് അതിന് കഴിയുക? നമ്മുടെ മനസ്സറിയുന്നവൻ, നമ്മുടെ പ്രയാസങ്ങൾ അറിയുന്നവൻ, നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് തരേണ്ടവൻ അല്ലാഹുവല്ലേ. അതുകൊണ്ട് നമ്മൾ നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്യുക, ഇസ്തിഗ്ഫാർ നന്നായി വർദ്ധിപ്പിക്കുകയും ചെയ്യുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലസിമൽ ഇസ്തിഗ്ഫാർ ജഅല അല്ലാഹു ലഹു മിൻ കുല്ലി ളീഖിൻ മഖ്റജ വമിൻ കുല്ലി ഹമ്മിൻ ഫറജ വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ് എന്നാണ്. ഇസ്തിഗ്ഫാർ, പടച്ചോനെ എന്റെ പാപങ്ങൾ പുറത്തു തരണേ, എന്റെ ജീവിതം നന്നാക്കണേ, പോരായ്മകൾ പരിഹരിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ച് അമൽ സ്വാലിഹാത്തൊക്കെ ചെയ്ത് ഇബാദത്ത് നന്നാക്കി പോകുന്നവർക്ക് അല്ലാഹു തആല എല്ലാ ലീഖിൽ നിന്നും, എടങ്ങേറിൽ നിന്നും ഒരു മഖ്റജ്, ഒരു രക്ഷ അള്ളാഹു പ്രദാനം ചെയ്യുമെന്നാണ്. മാത്രമല്ല എല്ലാ സങ്കടങ്ങളിൽ നിന്നും അള്ളാഹു തആല ഒരു മോചനം നൽകുമെന്നാണ്. അവൻ അറിയാത്ത രൂപത്തിൽ അവന്റെ മഈശത്ത്, റിസ്ക് അള്ളാഹു തആല പ്രദാനം ചെയ്യുമെന്നാണ്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് നമ്മുടെ നമസ്കാരം, അമൽ സ്വാലിഹാത്തുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രാർത്ഥന, ഇസ്തിഗ്ഫാറുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്ത് നമ്മൾ മുന്നോട്ട് പോവുക. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത്. നമ്മുടെ വോട്ട് എന്ന് പറയുന്നത് വളരെ വിലപിടിപ്പുള്ള ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് അനുകൂലമായ, നമ്മുടെ നാടിന്റെ നന്മക്ക് ഗുണപരമായ, മുസ്ലിം ഉമ്മത്തിന്റെ അഭിമാനകരമായ അസ്തിത്വത്തിന് കൂടുതൽ ശക്തി പകരുന്ന, നമ്മുടെ ദീനിനും ഉമ്മത്തിനുമൊക്കെ കൂടുതൽ ഫലം നൽകുന്ന, സാമൂഹ തലത്തിലൊക്കെ നമ്മുടെ സമാധാനവും സ്വസ്ഥതയും ഒക്കെ നിലനിർത്താൻ സഹായിക്കുന്ന നല്ല ആളുകളെ തിരഞ്ഞെടുക്കുകയും അവർക്ക് വേണ്ടി നമ്മുടെ ഒരു വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഉമറാക്കളും ഉലമാക്കളും ഒക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ജനാധിപത്യ പ്രക്രിയയിൽ വളരെ ശക്തമായി പങ്കെടുക്കുകയും ഇടപെടുകയും രാഷ്ട്രീയപരമായ നന്മയുടെ വഴിയിലൊക്കെ നമ്മൾ നിൽക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിലും നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ.